ഷീജ കൂടി നമ്മളോടൊപ്പം തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഷീജ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നത്. ഷീജ, വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ്. അതായത് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ വകുപ്പ് ഡയറക്ടറെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമിക റിപ്പോർട്ട് കോഴിക്കോട് നിന്ന് ഉപവിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിലേക്ക് വകുപ്പ് നേരിട്ട് കടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായും അത്രത്തോളം ഗൗരവമുള്ളൊരു സംഭവമായി തന്നെയാണ് സർക്കാർ ഇതിനെ കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതായാലും വിശദമായ ഒരു വകുപ്പ് തല അന്വേഷണം നടത്താൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുവാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക റിപ്പോർട്ടിൽ എന്താണ് സംഭവം ഉണ്ടായത് എന്നത് മാത്രമാണ് പറയുന്നത്. പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് കൂടുതൽ വസ്തുതകൾ പുറത്തു വരേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം കൂടി നടത്താൻ വേണ്ടി ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മനു, ശരി ഷീജയാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. സർക്കാർ അതിൽ വിദ്യാഭ്യാസ വകുപ്പ് ഏത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് വിശദമാക്കുകയായിരുന്നു ഷീജ.